as if and as though. How can we use it correctly? He orders me as if he were my boss. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് അവൻ എൻ്റെ ബോസാണെന്ന മട്ടിൽ എന്നോട് ആജ്ഞാപിക്കുന്നു അല്ലെങ്കിൽ കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. He orders me as if he were my boss. ആസിഫിന് മുമ്പുള്ള ഭാഗം ഹി ഓർഡേഴ്സ് മീ എന്ന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ ഹി എന്ന സിംഗുലർ സബ്ജക്റ്റിന് ശേഷം ഡസ് പ്ലസ് ഓർഡർ ഓർഡേഴ്സ് എന്ന V1 രൂപമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹി ഓർഡേഴ്സ് മീ എന്നത് സിമ്പിൾ പ്രസൻറ്റ് രൂപമാണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ആസിഫിന് ശേഷം വന്നിരിക്കുന്നത് ഹി വെയർ മൈ ബോസ് എന്നാണ്. പ്ലൂറൽ സബ്ജക്റ്റുകൾക്കൊപ്പം വരുന്ന വെയർ എന്ന ഓക്സിലറി വെർബാണ് ഹി എന്ന സിംഗുലർ സബ്ജക്റ്റിനൊപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആസിഫ്, ആസ്ദോ എന്നിവയ്ക്ക് ശേഷം സാധാരണയായി ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് സബ്ജൻറ്റീവ്, പാസ്റ്റ് സബ്ജൻറ്റീവ്, പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജൻറ്റീവ് എന്നിവയാണ്. എന്താണ് ഈ സബ്ജൻറ്റീവ്? അതായത് സംഭവിക്കുമെന്നുറപ്പില്ലാത്ത കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കുന്ന ചില വെർബ് ഫോമുകളെയാണ് സബ്ജൻറ്റീവ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം മനസ്സിൽ വയ്ക്കുക. ഇനി നമുക്ക് ആസിഫ്, ആസ്ദോ എന്നീ കൺജങ്ഷനുകൾ രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ആസിഫ്, ആസ്ദോ എന്നിവ എന്നതുപോലെ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഹി ഓർഡേഴ്സ് മീ ആസ് ഇഫ് ഹി വെയർ മൈ ബോസ്. എൻ്റെ ബോസ് എന്നതുപോലെയാണ് എന്നോട് അയാൾ ആജ്ഞാപിക്കുന്നത്. എന്ന് വെച്ചാൽ അയാൾ നമ്മുടെ ബോസല്ല എന്ന കാര്യം നമുക്കറിയാം, ഉറപ്പാണ്. പക്ഷേ എന്നിട്ടും അയാൾ ബോസാണെന്ന മട്ടിൽ ആജ്ഞാപിക്കുന്നു. ഇവിടെ ആസിഫിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് സബ്ജൻറ്റീവാണ്. അതായത് അൺറിയൽ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൻ്റെ രൂപം തന്നെയാണ് പാസ്റ്റ് സബ്ജൻറ്റീവിനും ഉള്ളത്. പാസ്റ്റ് സബ്ജൻറ്റീവ് ആസിഫിന് ശേഷം ഉപയോഗിക്കുമ്പോൾ ബിയുടെ പാസ്റ്റ് ഫോമുകളായ വാസിന് പകരം വേറാണ് ഉപയോഗിക്കുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമുക്ക് വേർ തന്നെ ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ആസിഫിന് ശേഷം പാസ്റ്റ് സബ്ജൻറ്റീവായി പാസ്റ്റ് ടെൻസ് രൂപം ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും പ്രസൻറ്റ് മീനിങ് ആണ് അതിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അൺറിയൽ പാസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ബേസിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കാം. ഷീ ടോക്സ് ആസ് ഇഫ് ഷീ വെയർ റിച്ച് എന്ന് വെച്ചാൽ അവൾ പണക്കാരിയാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ നമ്മളോട് സംസാരിക്കുന്നു. ഇവിടെ ആസിഫിന് മുമ്പായി പ്രസൻറ്റ് ടെൻസും ആസിഫിന് ശേഷം പാസ്റ്റ് ടെൻസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷീ ടോക്സ് ആസ് ഇഫ് ഷീ ഈസ് റിച്ച്. ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? ആസിഫിന് മുമ്പിലും പിൻപിലും ഉപയോഗിച്ചിരിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഇവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം അവൾ ധനികയാണ് എന്ന മട്ടിൽ സംസാരിക്കുന്നു എന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണത്? ഇവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസാണ്. അതുകൊണ്ട് തന്നെ അവൾ ധനികയല്ല എന്ന കാര്യം നമുക്ക് ഉറപ്പാണ് എന്ന അർത്ഥമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. എന്നാൽ ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസിൽ അവൾ പണക്കാരിയാണോ അതോ പണക്കാരി അല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ എന്നിട്ടും അവൾ പണക്കാരിയെപ്പോലെ നമ്മുടെ അടുത്ത് പെരുമാറുന്നു എന്ന രീതിയിലാണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ നമുക്ക് അർത്ഥം ലഭിക്കുന്നത്. അതായത് ആസിഫിന് ശേഷം പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ ആ കാര്യം നമുക്ക് ഉറപ്പുണ്ട്, അവൾ ധനികയല്ല എന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അതായത് അവൾ ധനികയാണോ അതോ ധനികയല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ എന്നിട്ടും അവൾ ധനികയെപ്പോലെ പെരുമാറുന്നു എന്ന അർത്ഥമാണ് നമുക്ക് ലഭിക്കുന്നത്. ഷീ മൂവ്ഡ് അബൌട്ട് ലൈക്ക് എ പ്രിൻസസ്. അവൾ ഒരു രാജകുമാരിയെപ്പോലെ മുന്നോട്ട് നീങ്ങി. ഈ സെൻറ്റൻസ് എങ്ങനെയാണ് ആസിഫ്, ആസ്ദോ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് പറയുന്നത്? ഷീ മൂവ്ഡ് അബൌട്ട് ആസ് ഇഫ് ഷീ വെയർ എ പ്രിൻസസ്. അവൾ ഒരു രാജകുമാരി എന്ന പോലെ നീങ്ങി എന്ന് തന്നെയാണ് ഇതിൻ്റെയും അർത്ഥം. യഥാർത്ഥത്തിൽ അവൾ രാജകുമാരി അല്ല എന്ന കാര്യം നമുക്കുറപ്പാണ്. ഹീ ഡിഡിൻ ഹാവ് എ ഹെഡേക്ക് സ്റ്റിൽ ഹീ വാക്ക്ഡ് സ്ലോലി. അദ്ദേഹത്തിന് തലവേദന ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അദ്ദേഹം പതുക്കെ നടന്നു. ഇത് നമുക്ക് ആസിഫ് വെച്ച് പറഞ്ഞു നോക്കാം. ഹീ വാക്ക്ഡ് സ്ലോലി ആസ് ഇഫ് ഹീ ഹാഡ് എ ഹെഡേക്ക്. അതിൻ്റെ അർത്ഥം എന്താണ്? തലവേദന ഉള്ളതുപോലെ അദ്ദേഹം നടന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് തലവേദന ഇല്ലതാനും. മറ്റൊരു നെഗറ്റീവ് സെൻറ്റൻസ്, ഹീ സീംസ് ആസ് ഇഫ് ഹീ ഹാഡിൻ സ്ലെപ്റ്റ് ഫോർ ഡേയ്സ്. എന്താണ് അതിൻ്റെ അർത്ഥം? അവനെ കണ്ടാൽ തോന്നും അവൻ ദിവസങ്ങളോളം ഉറങ്ങിയിട്ടില്ല എന്ന്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരെ വിപരീത അർത്ഥമാണ്. അവൻ ഉറക്കമായിരുന്നു, നല്ല ഉറക്കം തന്നെയായിരുന്നു. പക്ഷെ കണ്ടാൽ തോന്നുന്നത് അവൻ ഉറങ്ങിയിട്ടില്ല എന്ന ഒരു ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി ഹീ സീംസ് ആസ് ഇഫ് ഹീ ഹാസിൻ സ്ലെപ്റ്റ് ഫോർ ഡേയ്സ് എന്നാണ് വരുന്നതെങ്കിലോ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടോ ഉറങ്ങിയിട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. പക്ഷേ അവനെ കണ്ടാൽ തോന്നുന്നത് ഉറങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് എന്ന അർത്ഥമാണ് അവിടെ ലഭിക്കുന്നത്. താങ്ക് യു. ശ്യാം സെഡ് ആസ് ഇഫ് ഇറ്റ് വെയർ എ ഗിഫ്റ്റ്.
എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സമ്മാനം എന്നതുപോലെ താങ്ക് യു നൽകി എന്നാണ് അർത്ഥം. അതായത് ഒരു സമ്മാനം കൊടുക്കുന്നതിന് പകരം ഒരു നന്ദി വാക്കിൽ ഒഴിവാക്കി എന്നാണ് അതിനർത്ഥം. നെക്സ്റ്റ്, ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വാസ് മോക്കിംഗ് ഹെർ എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? അയാൾ അവളെ പരിഹസിക്കുന്നത് പോലെ ആയിരുന്നു എന്ന അർത്ഥമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ അവളെ പരിഹസിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അത്തരത്തിലൊരു ഫീലാണ് അവിടെ ലഭിച്ചത്. ഹി ഓക്സ് അൺസ്റ്റഡിലി ആസ് ഇഫ് ഹി ഈസ് ഡ്രങ്ക്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ മദ്യപിച്ചതുപോലെ അചഞ്ചലമായി, അതായത് സ്ഥിരതയില്ലാതെ നടക്കുന്നു എന്ന അർത്ഥമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടോ മദ്യപിച്ചിട്ടില്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും നമുക്ക് മദ്യപിച്ചൊരു ഫീലാണ് ലഭിക്കുന്നത്. കാരണം ഇവിടെ ഹി ഈസ് എന്ന പ്രസൻറ്റ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു ഫീല് നമുക്ക് ലഭിക്കുന്നത്. ആസിഫ്, ആസ് ദോ എന്നിവ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് പറയാം. രണ്ടിനും ഒരേ അർത്ഥമാണ് വരുന്നത്. ഹി വർക്ക്ഡ് ഹാർഡ് ആസ് ഇഫ് ഹി വേർ എ സ്ലാവ്. അയാളൊരു അടിമ എന്നതുപോലെ കഠിനാധ്വാനം ചെയ്തു. ബട്ട് ഹി വാസ് നോട്ട് എ സ്ലാവ്. അയാളൊരു അടിമയൊന്നുമല്ല, നമുക്കുറപ്പാണ്. പക്ഷേ അയാൾ ഒരു അടിമയെപ്പോലെയാണ് പണിയുന്നത്. അപ്പോൾ ആസിഫ്, ആസ്ദോ എന്നിവ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലാണ്. അതായത് പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. അതായത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് സംശയമുണ്ട്. പക്ഷേ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. അത് അത്തരത്തിലല്ല എന്ന് നമുക്കറിയാം, എങ്കിലും അത്തരത്തിലാണ് എന്ന് നമുക്ക് തോന്നിക്കുന്ന വിധത്തിലുള്ള ഒരു ഫീലാണ് ലഭിക്കുന്നത്. ഇവിടെ ആസിഫ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഏതാനും ഉദാഹരണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അവ പരിശോധിച്ച് നോക്കുക. ഇവിടെ 2 സെൻറ്റൻസുകളെ ആസിഫ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂട്ടിയോജിപ്പിക്കുക എന്നതിനുള്ള ഒരു പരിശീലന സെക്ഷനാണ്. ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആദ്യം ശ്രമിച്ചു നോക്കുക, അതിനുശേഷം ഉത്തരം പരിശോധിക്കുക. ഹി ഗ്രിന്നഡ് അറ്റ് മീ ആസ് ഇഫ് ഷെയറിംഗ് എ സീക്രട്ട് ജോക്ക്. ഒരു രഹസ്യ തമാശ പങ്കിടുന്നത് പോലെ അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.